ഭാര്യ പാചകം ചെയ്യാത്തതിന്റെ പേരിൽ വിവാഹമോചനം വേണമെന്ന് ഭർത്താവ്. വീട്ടുജോലികൾ കൃത്യസമയത്ത് ചെയ്യാത്തത് തനിക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നു എന്നും കോടതിയെ ബോധിപ്പിച്ചു. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. വിവാഹം പവിത്രമായി പ്രതീക്ഷയോടെ കരുതലോടെ നടത്തപ്പെടുന്നു. എന്നാൽ വിവാഹത്തിന്റെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട്. പ്രധാനമായും പാചകവുമായി ബന്ധപ്പെട്ടതോ വീട് വൃത്തിയാക്കലുമായോ ഒരുമിച്ചുള്ള ആഹാരം കഴിക്കലുമായോ ഒക്കെ ബന്ധപ്പെട്ടതാകാം. വിവാഹ നാളുകളിൽ വരന്റെ കുടുംബം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, പ്രതീക്ഷയിലാണ്. മരുമകൾ എല്ലാ കാര്യങ്ങൾക്കും കൂടെയുണ്ടാകും എന്ന പ്രതീക്ഷ. എന്നാൽ ഇന്നലെ വരെ പഠിത്തവും പരീക്ഷകളുമായി മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിൽ നിന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന വധുവും കുടുംബാംഗങ്ങളും ഇനിയൊരാശ്വാസം. ഈ ടെൻഷനുകളെല്ലാം ഇറക്കി വയ്ക്കാൻ ഒരാളുകൂടി, അതിലുപരി ഒരു കുടുംബം കൂടി തന്നോടൊപ്പം ഉണ്ടല്ലോ എന്ന പ്രതീക്ഷ. ഇത്തരം വ്യത്യസ്ത പ്രതീക്ഷകൾ പല കുടുംബങ്ങളിലും അഡ്ജസ്റ്റ്മെന്റുകൾക്കും പിന്നീട് തിരിച്ചറിയലുകൾക്കും വിധേയമായി മുന്നോട്ടു പോകും. എന്നാൽ മറ്റ് പല കുടുംബങ്ങളിലും ശരിയായ കാരണം മറച്ചുവെച്ച് വിവാഹമോചനത്തിനുള്ള വഴികൾ അന്വേഷിക്കും. ഇത്തരത്തിലൊരു കേസിലെ ഹൈക്കോടതി വിധി നോക്കാം. കേസിലെ കക്ഷികളുടെ വിവാഹം 2002 ഭർത്താവ് ചാർട്ടേഡ് അക്കൗണ്ടന്റും ഭാര്യ ക്രാഫ്റ്റ് ടീച്ചറും. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇരുവർക്കുമിടയിൽ തർക്കങ്ങൾ ആരംഭിക്കുകയും ഭാര്യ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തു. 2002 തന്നെ ഭർത്താവ് വിവാഹമോചനത്തിന് കോടതിയെ സമീപിച്ചു. വീട്ടുജോലികൾ ചെയ്യുന്നില്ലെന്നും തന്റെ രക്ഷിതാക്കളെ അനുസരിക്കുന്നില്ലെന്നും പാചകം ചെയ്യാൻ കഴിയില്ലെന്നും തന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നതെന്നും ബോധിപ്പിച്ചു. ഭാര്യയുടെ പ്രവൃത്തികളിൽ താൻ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയാണ്. ഇത്തരം പ്രവൃത്തികൾ ക്രൂരതയായി കണക്കാക്കാമെന്നും ഭർത്താവിന്റെ ഭാഗം വാദിച്ചു. തനിക്ക് സ്റ്റേബിളായ വരുമാനമില്ലെന്നും ഭാര്യയ്ക്കെതിരെ വിവാഹമോചന ഹർജി ഫയൽ ചെയ്യുന്നതിന് മുമ്പായി തന്റെ ഭാര്യ തിരികെ വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ചതായും ഭർത്താവ് ബോധിപ്പിച്ചു. എന്നാൽ ഭർത്താവിന്റെ ഈ വാദത്തെ ഭാര്യയുടെ ഭാഗം എതിർത്തു. വാഷിംഗ്, ക്ലീനിങ്, കുക്കിംഗ് ഉൾപ്പെടെ എല്ലാ വീട്ടുജോലികളും ചെയ്തിരുന്നു. ഭർത്താവിന്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഭാര്യയ്ക്ക് മെയിന്റനൻസും റെസിഡൻസും ലഭിക്കുന്നതിന് നിയമപരമായി വിവാഹിതയായ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. വീട് വിട്ടിറങ്ങിയത് ഭർതൃവീട്ടിലെ ഹറാസ്മെന്റ് കാരണമാണ്. ഈ കേസിൽ 2010 കുടുംബക്കോടതി ഭർത്താവിന് അനുകൂലമായി വിവാഹമോചനം അനുവദിക്കുകയുണ്ടായി. ഭാര്യയ്ക്ക് സ്വന്തമായി വരുമാനമുള്ളതിനാൽ ഭാര്യ സമർപ്പിച്ച മെയിന്റനൻസ് ആവശ്യം കോടതി നിരാകരിക്കുകയും ചെയ്തു. ഈ കേസിന്റെ അപ്പീലിൽ ഭർത്താവിന്റെ വാദങ്ങളെ ഹൈക്കോടതി തള്ളുകയാണുണ്ടായത്. വിവാഹം എന്നത് തുല്യ പങ്കാളിത്തമാണ്, പരസ്പരം പങ്കാളികളാകാനുള്ള ബന്ധമാണ്. അതൊരു സേവനക്കരാറോ ഭാര്യമാർ വീട്ടുജോലിക്കാരോ അല്ലെന്ന് കോടതി. ഭാര്യ പാചകം ചെയ്യുന്നില്ലെന്നോ വീട് വൃത്തിയാക്കുന്നില്ലെന്നോ ഉള്ള കാരണത്താൽ ഭർത്താവിന് വിവാഹമോചനം നൽകാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വീട്ടുജോലികൾ ചെയ്യാത്തത് മാനസിക ക്രൂരതയായി കണക്കാക്കാൻ കഴിയില്ല. ക്രൂരത എന്നത് ദമ്പതികൾക്ക് കൂടിച്ചേരുന്നതിന് തടസ്സമാകുന്ന തരത്തിൽ ഇന്റൻസീവായിരിക്കണം. സമൂഹമധ്യത്തിൽ ഇമേജ് തകർക്കുന്ന തരത്തിലുള്ളതോ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതോ ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ളതോ തെറ്റായ അലിഗേഷൻസോ ഉണ്ടായിരിക്കണം. കുടുംബക്കോടതി അനുവദിച്ച വിവാഹമോചന ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയാണുണ്ടായത്. കൂടാതെ വേർപിരിഞ്ഞ് കഴിയുന്ന ഭാര്യയ്ക്ക് പ്രതിമാസം 20,000 രൂപ മെയിന്റനൻസ് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. മന്ത്ലി മെയിന്റനൻസായി 10,000-വും അക്കോമഡേഷനായി 10,000-വും ചേർത്ത് 20,000 രൂപ. ഭാര്യയ്ക്ക് വരുമാനമുണ്ടെന്ന് കണ്ട് മെയിന്റനൻസ് ഫാമിലി കോടതി നിഷേധിച്ചിരുന്നു. എന്നാൽ ചെറിയ രീതിയിൽ ക്രാഫ്റ്റ് ക്ലാസുകൾ നടത്തുന്നത് സ്ഥിരവരുമാനമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ഭാരതി ദാംഗ്രയും ജസ്റ്റിസ് മഞ്ജുഷ ദേശ്പാണ്ഡെയും അടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.